പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ച് ലിയോ 14 മാർപ്പാപ്പ. ഇറാൻ US യുദ്ധം വെറുമൊരു യുദ്ധമായി തോന്നുന്നില്ലെന്നും നീതിപൂർവമായ യുദ്ധത്തിന്റെ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കപ്പെടുന്നില്ലെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. മാഡ്രിഡ് സന്ദർശനത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. യുദ്ധത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ലിയോ 14 മാർപ്പാപ്പ നിലപാട് വ്യക്തമാക്കിയത്. ഇതൊരു വെറും യുദ്ധം മാത്രമാണ് എന്നായിരുന്നു JD വാൻസിന്റെ പരാമർശം. എന്നാൽ ഇതിനെ ശക്തമായി എതിർത്ത മാർപ്പാപ്പ യുദ്ധത്തിൽ പാലിക്കേണ്ട യാതൊരുവിധ നീതിയും ഇവിടെ കാണുന്നില്ലെന്ന് ഓർമ്മിപ്പിച്ചു. അതേസമയം പശ്ചിമേഷ്യൻ ആക്രമണം വരും ദിനങ്ങളിലും ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ തെക്കൻ ലബനനിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ 22 തവണ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. മേഖലയിൽ പൂർണ്ണ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നാണ് ഹിസ്ബുള്ളയുടെ ആവശ്യം. ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന കടന്നുകയറ്റത്തെ അപലപിച്ച് ഖത്തറും സൗദി അറേബ്യയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെ ഗാസയിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 8 പലസ്തീനുകാർ കൂടി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 15-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. എന്നാൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളും ഒരു വശത്ത് സജീവമാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാക് ആഭ്യന്തരമന്ത്രി ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെത്തി. ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി ഉൾപ്പെടെയുള്ള പ്രമുഖ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ നയതന്ത്ര ഇടപെടലുകൾ യുദ്ധത്തിനൊരു താൽക്കാലിക ശമനം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.